ലാജോ ജോസ് എഴുതിയ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ഇതൊരു കോസി മേർഡർ മിസ്റ്ററി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു നോവലാണ്. 2020 പുറത്തിറങ്ങി മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള നോവലാണിത്. കോസി മേർഡർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന കൃതികൾക്ക് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. അതിരുകടന്ന ക്രൂരതയോ അതിവേഗ സംഭവ വികാസങ്ങളോ ഇല്ലാതെ വായനക്കാരെ ശാന്തമായ കഥയിലേക്ക് കൊണ്ടുപോകുന്ന ശൈലി. ലാജോ ജോസിന്റെ റെസ്റ്റ് ഇൻ പീസ് അത്തരത്തിലുള്ള ഒരു നോവലാണ്. നിശബ്ദമായ അന്തരീക്ഷത്തിനുള്ളിൽ പതുക്കെ വളരുന്ന ദുരൂഹതയോടെ. ജെസിക്ക ഫെഡറിക് എന്ന യുവതിക്ക് ഗോൾഡൻ റിട്ടയർമെന്റ് ഹോം എന്ന സ്ഥാപനത്തിൽ നിന്നൊരു മെയിൽ ലഭിക്കുന്നതോടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. അതിനുള്ളിൽ അവളുടെ പിതാവായ ഫെഡറിക് ദേവസി എഴുതിയ ഒരു നോട്ട്ബുക്ക്. അതൊരു നോവലാണെന്ന് അവൾ തിരിച്ചറിയുന്നു. കൗതുകത്തോടെ ജെസിക്ക ആ കൃതി വായിക്കാൻ തുടങ്ങുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ റിട്ടയർമെന്റ് ഹോമിലെ അംഗങ്ങളും അവളുടെ പിതാവും തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുന്നു. കഥ മുന്നോട്ട് പോകുന്തോറും ആ ഹോമിലെ അംഗങ്ങളുടെ മരണങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നോവൽ സഞ്ചരിക്കുന്നത് എന്ന സത്യം വായനക്കാർക്കും പതുക്കെ ബോധ്യപ്പെടുന്നു. കൽപ്പനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിരുകൾ ഇവിടെ മങ്ങിത്തുടങ്ങുന്നു. ഈ മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായി ജെസിക്ക ഫെഡറിക് ഗോൾഡൻ റിട്ടയർമെന്റ് ഹോമിലേക്ക് പോകുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് ഈ നോവലിലുള്ളത്. കോസി മേർഡർ മിസ്റ്ററി പോലത്തെ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാൻ പറ്റിയ ഒരു നല്ല നോവലാണ് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്നത്.